ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻഷോട്ടിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനായി ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക, ദെൻ വീഡിയോയിൽ പോവുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ എടുക്കുക, അത് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ ഏതാണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡൗൺലോഡായി നമ്മൾ വർക്ക്ഷീറ്റിലോട്ട് വരും. ഇനി അതിൻ്റെ താഴെ ഇൻഷോട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ലോഗോ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇൻഷോട്ടിൽ ഇൻഡ്യൂവിൽ ഞെക്കുമ്പോൾ ഒരു ആഡ് കാണാം. ആ ഒരു ആഡ് കണ്ടു കൊടുത്താൽ മാത്രം മതി. ഉടനെ തന്നെ നമുക്ക് അത് റിമൂവ് ആവുന്നതായിരിക്കും ആ ലോഗോ. ഒട്ടുമിക്ക എഡിറ്റിംഗ് ആപ്പുകളിലും അല്ലാതെ ഏത് ആപ്പ് എടുത്താലും നമുക്കൊരു ആഡ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തേ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഇത് നമുക്കൊരു ആഡ് കാണുന്നതിലൂടെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ എടുത്ത വീഡിയോ എല്ലാം ഉണ്ടാകുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അടുത്തതായ വീഡിയോയ്ക്ക് നമുക്കൊരു മ്യൂസിക് കൊടുക്കണം. ആ മ്യൂസിക്ക് ക്ലിക്ക് ചെയ്യുക. ഞാൻ എക്സ്ട്രായിട്ട് ആഡിയോ ഫ്രം വീഡിയോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വീഡിയോയിലെ മ്യൂസിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അങ്ങനെ എടുക്കുന്ന വോയിസാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട് ഇതുപോലെ നീക്കി അതിലേക്ക് കൊണ്ട് ചേർക്കാവുന്നതാണ്. തുടക്കവും അവസാനവും ഫേഡ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ ഓൾറെഡി ഉള്ള ശബ്ദം നമുക്ക് കുറച്ചിട്ട് ഫുൾ 100-0 ആക്കി അങ്ങനെ കുറച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഏറ്റവും അടിയിൽ 100% ഇരിക്കുന്നത് ഇത് ഓൾറെഡി ഉള്ള വീഡിയോയുടെ ശബ്ദമാണ്. അത് നമുക്ക് ഫുൾ 100-0 ആക്കാൻ പറ്റും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കാണിക്കും. ഇവർക്ക് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോഴത്തേക്ക് തന്നെ അത് കാണിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ഉള്ള വീഡിയോയുടെ ശബ്ദം പോകും. എന്നിട്ട് നമുക്ക് മറ്റത് ആഡ് ചെയ്താൽ മതി. അതിൽ തന്നെ റെക്കോർഡ് നമ്മൾ വൺ വോയിസ് റെക്കോർഡ് ചെയ്യാം, എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ട്യൂൺസ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് അതിൽ എഫക്ട്സിൽ പോവുക. നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് എഫക്റ്റുകൾ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്, പ്രീമിയം പെയ്ഡായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഫിൽറ്ററും അതുപോലെ തന്നെ ഫിൽറ്ററുകളും ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം അതിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ എല്ലാം നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യുമ്പോൾ ഫിൽറ്റർ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ആഡ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. നമുക്ക് ബ്രൈറ്റ്നസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ഉണ്ട്. അടുത്തായിട്ട് ആ സിസറിൻ്റെ പടം കാണുന്നതാണ് നമുക്ക് കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. കട്ട്, സ്പ്ലിറ്റ്, ട്രിം. ഇതിൽ കട്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്കുള്ള ഭാഗം, ട്രിം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ, സ്പ്ലിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വീഡിയോ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് വരും. അതാണ് അതിനുള്ള ഓപ്ഷൻ. അടുത്ത താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യാൻവാസിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്യാൻവാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഏതിലോട്ടാണോ നമുക്ക് വീഡിയോ ചെയ്യേണ്ടത് ആ വീഡിയോയ്ക്കുള്ള സൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഷോർട്സ് അതിനുള്ള രീതിയിലുള്ള ക്യാൻവാസാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോ റിവേഴ്സിലിടണമെങ്കിൽ ആ റിവേഴ്സിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ റിവേഴ്സ് രീതിയിൽ വരുന്നതാണ്. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്പ്ലിറ്റിൽ ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് വരും. സ്പ്ലിറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കാം. എന്നിട്ട് ആരയിലോട്ട് ഞെക്കി നമ്മൾ നീക്കി കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ മൊത്തത്തിൽ വരുന്നതായിരിക്കും. ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ സ്പ്ലിറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. മറ്റേ ഭാഗമാണ് ഡിലീറ്റ് ആയിപ്പോയെങ്കിൽ നമ്മൾ അണ്ട് കൊടുത്താൽ മതി. പഴയത് പിന്നെ വന്നോളും. നമ്മളെങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ വന്നോളും. അണ്ടു റിഡോ ഓപ്ഷൻ നമുക്ക് അബദ്ധം പറ്റിയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ്, ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക ജസ്റ്റ്, അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവും. സ്റ്റിക്കേഴ്സ് നമുക്ക് എപ്പോഴും സബ്സ്ക്രൈബ്, ലൈക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളതാണ് നമ്മൾ യൂട്യൂബേഴ്സിനല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ട സ്റ്റിക്കർ അത് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒന്ന് സബ്സ്ക്രൈബ് ഇട്ട് ജസ്റ്റ് കാണിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ ഇൻഡ്യൂ ചിഹ്നം കൊടുക്കുമ്പോൾ അതങ്ങ് പോകും. അതിൽ നമുക്ക് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നതാണ്. നമുക്കൊരു വീഡിയോ ആയാലും ഇമേജ് ആയാലും എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ആപ്പാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. ബാക്കി എല്ലാത്തിലും പെയ്ഡുണ്ട്, അല്ലാത്തതുമുണ്ട്. എന്നാലും നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഇൻഷോട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ക്യാൻവ അങ്ങനെ ഒരുപാടുണ്ട്. ക്യാൻവയിലും ഉണ്ട് പെയ്ഡും അല്ലാത്തതും. ഞാനിതിൽ ആ ഇൻട്രോ പാർട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ക്യാൻവയിലിട്ടാണ്. എന്നിട്ട് ഇതിൽ ഇൻഷോട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ചേർക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് ആ പ്ലസ് ചിഹ്നം റെഡ് കളറിൽ കാണുന്നതിന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഡ്രാഫ്റ്റിലിടുക, അല്ലെങ്കിൽ ഒത്തുകഴിഞ്ഞ് അത് സേവ് ചെയ്യും. സേവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം.
ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പേജ് എടുത്ത്, അതായത് ന്യൂ എടുത്ത് ഫോട്ടോസ് മാത്രം ഇടുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഫോട്ടോസ് മാത്രമായിട്ട് ഇതിന് നമുക്ക് മ്യൂസിക് കൊടുത്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ആപ്പാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം ഉണ്ടാകുന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മേളിൽ പോയി ആ മേലോട്ട് ആരോ കാണുന്നത് ഞെക്കി കഴിഞ്ഞാൽ അത് സേവ് ആകും. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.